നടക്കുകയാണ്. നൂറുകണക്കിന് വനിതാ പ്രവർത്തകരുണ്ട്. അവർക്ക് പിന്തുണയുമായി BJP നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഈ റോഡ് പൂർണ്ണമായും ഗതാഗതം തടഞ്ഞുകൊണ്ട് റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നതിന് പകരം ശരണം വിളിക്കുകയാണ് മഹിളാ മോർച്ച പ്രവർത്തകർ. ഈ ഭാഗത്തേക്ക് ഒരു ഭാഗത്തൂടെയുള്ള MG റോഡിന്റെ ഒരു ഭാഗത്തുകൂടി നേരത്തെ ഗതാഗതം ഉണ്ടായിരുന്നു. പക്ഷെ അത് തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ റോഡിൽ കുത്തിയിരുന്ന ശരണം വിളികളാണ്. വലിയ പങ്കാളിത്തം, വലിയ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് നേരത്തെ മഹിളാ മോർച്ച അറിയിച്ചിരുന്നതാണ്. അത് ശരിവെച്ചുകൊണ്ടുള്ള വലിയ പ്രകടനമാണ് ഇന്ന് ഇവിടേക്ക് വന്നത്. ഒരു ഭാഗത്ത് സെക്രട്ടേറിയറ്റ് നോർത്ത് ഗേറ്റിന് മുന്നിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അല്പസമയത്തിനകം ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. അവിടെ പ്രവർത്തകർ ഒരു ഭാഗത്ത് തമ്പടിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ഈ റോഡ് ഉപരോധിച്ചുകൊണ്ട് ഈ സ്റ്റാച്യു ഹോട്ടലിന് മുൻവശത്തിൽ റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രവർത്തകരുടെ വലിയ ശരണം വിളിയാണ്. വലിയ പങ്കാളിത്തമുണ്ട്. ബസ്സുകളടക്കമുള്ള വാഹനങ്ങൾ പൂർണ്ണമായും ഗതാഗതം തടഞ്ഞുകൊണ്ടുള്ള ഒരു സമരമാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. പ്രായമായ ആളുകളടക്കം ഈ സമരത്തിൽ പങ്കെടുക്കുന്നുമുണ്ട്. നമുക്കറിയാം, ഷീജ ചോദിച്ചതുപോലെ ശബരിമല സ്ത്രീ പ്രവേശന സമരകാലത്തുണ്ടായതിന് സമാനമായ കാഴ്ചകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. എന്താവശ്യത്തിനാണ് സമരം? സ്വാമിയുടെ മുതലെല്ലാം കട്ടുകൊണ്ടുപോയിട്ട് കട്ടില്ല എന്ന് പറയുന്നതിന് വേണ്ടി അത് തിരിച്ചെടുക്കണം. അതിന് ഈ മന്ത്രിസഭ താഴെ വീഴണം. അടുത്ത മന്ത്രിസഭ ഇതിനോട് യോജിച്ചുണ്ടാവണം. അതാണ്. എവിടുന്നാണ് വരുന്നത്? ഇടുക്കി ജില്ല. ഇടുക്കിയിൽ നിന്ന് സമരത്തിന് വന്നതാണ്. അതെ. ആരാണ് കട്ടുകൊണ്ടുപോയത്? കട്ടുകൊണ്ടുപോയത് പിണറായിയുടെയോ ശിവൻകുട്ടിയുടെയോ വാസവന്റെയോ ആരാണെന്നോ ഒന്നും പറയാൻ പറ്റില്ല. ഏതായാലും തന്ത്രിയല്ല, അല്ല, പൂജിക്കുന്ന ആളും അല്ല. പക്ഷെ പൂജിക്കാനാണെന്നും പറഞ്ഞു വന്ന കള്ളനാണ് ഇതെല്ലാം കൊണ്ടുപോയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കൊണ്ടുപോയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയ ചുമ്മാ അതിനകത്ത് ഇടനില വെച്ചതാണ്. ആ സാധുവിനെ വെറുതെ ഇട്ട് ചവിട്ടണ്ട. ഇതിനകത്ത് വമ്പൻ കള്ളന്മാർ പുറകിലുണ്ട്. ആരാണെന്ന് ഏറെക്കുറെ ഹിന്ദുക്കൾക്ക് അറിയാം. ഉണ്ണികൃഷ്ണൻ പോറ്റി സാധുവാണ്. ഓ പിന്നല്ലാതെ അയാള് തന്നെ. അയാള് കുറച്ചു കൊല്ലം കെട്ട് കാണും. കിട്ടിയപ്പോ കയ്യെ പറ്റിയത് അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞൊന്നും കൊണ്ടുപോയില്ല. ഇടുക്കിയിൽ നിന്ന് വന്ന മഹിളാ മോർച്ചയുടെ ഒരു പ്രവർത്തകയാണ് ഇപ്പോൾ ചെറിയ ഒരു കള്ളൻ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. വലിയ കള്ളന്മാർ വേറെയുണ്ട്. സർക്കാരിനെതിരെ തന്നെയാണ് വിമർശനം. ഈ സർക്കാർ മാറുന്നതുവരെ ശക്തമായ സമരമെന്ന മുന്നറിയിപ്പാണ് മഹിളാ മോർച്ചയും നൽകുന്നത്. അതിശക്തമായ പ്രക്ഷോഭം. നൂറുകണക്കിന് വനിതകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. സംസ്ഥാന വിവിധ ഭാഗങ്ങളിൽ നിന്ന് മഹിളാ മോർച്ചയുടെ നൂറുകണക്കിന് പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ മുദ്രാവാക്യങ്ങളുമായാണ് പ്രവർത്തകർ ഇവിടേക്ക് എത്തിയത്. ഇപ്പോഴും ഉദ്ഘാടന സമ്മേളനം ആരംഭിച്ചിട്ടില്ല. ഒരു ഭാഗത്ത് റോഡ് ഉപരോധിച്ചുകൊണ്ട് ഗതാഗതം പൂർണ്ണമായും തടഞ്ഞുകൊണ്ട് പ്രവർത്തകർ റോഡിൽ കുത്തിയിരിക്കുകയാണ്. അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരുന്നു. കൊള്ളസംഘം, ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക, ഭരണം വിശ്വാസികളെ ഏൽപ്പിക്കുക, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അന്വേഷണം, കേന്ദ്ര ഏജൻസി ഇവിടെ തുടങ്ങിയ ആവശ്യങ്ങളുമായാണ് ഈ സമരം ഇപ്പോൾ നടക്കുന്നത്. ദേവസ്വം ബോർഡിനെ കൊള്ളസംഘം വിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം രൂക്ഷമായ വിമർശനങ്ങൾ, മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൊള്ളയ്ക്ക് പിന്നിൽ CPM-ലെ ഉന്നതരെന്നാണ് ഈ മുദ്രാവാക്യങ്ങളിൽ പറയുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? ചാലക്കുടി. ഈ സമരത്തിന് വേണ്ടി വന്നതാണ്. അതെ. എന്താണ് ഈ സമരം വിജയിക്കുമോ? സമരം വിജയിപ്പിക്കണ്ടേ, അതിനുള്ള ഞങ്ങൾ വന്നേ. എങ്ങനെയാണ് വിജയിക്കാൻ പോകുന്നത്? വിജയിപ്പിക്കല് എന്താ പറയാ, ഈ തണുത്ത ഭരണത്തോടുകൂടി ഞങ്ങൾ മനസ്സിലാക്കിയെടുക്കും എങ്ങനെ കിട്ടും, ഏത് ലെവലിൽ പോകുന്നുള്ളത്. അപ്പൊ പോകുന്നില്ല. ഇതോടുകൂടി ഞങ്ങൾ LDF-നെതിരെ പ്രതികരിക്കുന്നത് ലാസ്റ്റ് ആയിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്തായാലും LDF ഭരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. LDF മാറി BJP വരും. തീർച്ചയായിട്ടും ഇനി BJP ആയിരിക്കും ഭരിക്കുക. BJP ഭരിക്കുന്നുള്ള ഞങ്ങൾ 100% ഉറപ്പാണ്. ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു, കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി BJP ഭരിക്കും ഇത്തവണ. കൊടുങ്ങല്ലൂർ മാത്രം ഭരിച്ചാൽ ഇവിടെ പറ്റില്ലല്ലോ. അല്ല, ഞങ്ങൾക്ക് കൊടുങ്ങല്ലൂർ ഞങ്ങൾ എന്തായാലും പിടിക്കും. അതിന് പുറകെ ഞങ്ങൾ എല്ലാം പിടിച്ചാലും ഉറപ്പാണത്. അതിനധികം താമസമില്ല. സെക്രട്ടറി പിടിച്ചെടുക്കാൻ വന്നതാണ്. എന്തായാലും പിണറായി വിജയൻ അടുത്ത ഭരണത്തിൽ ഉണ്ടാവില്ല. കൊടുങ്ങല്ലൂർ പിടിച്ച് സെക്രട്ടേറിയറ്റ് പിടിക്കാൻ വന്ന അവിടെ നിന്നുള്ള മഹിളാ മോർച്ച പ്രവർത്തകരാണ്. പിണറായി വിജയനെ പറഞ്ഞു മതിയാവുന്നില്ല എന്ന് തോന്നുന്നു. അതെ, പറഞ്ഞിട്ടും മതിയാവുന്നില്ല. കാരണം ഇത്രയും കൊല്ലം കൊണ്ട് ഇതുപോലെ നശിപ്പിക്കാൻ പറ്റുന്ന വേറൊരു നേതാവ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി LDF എന്ന് പറഞ്ഞ ഒരു ഭരണം ഇനി ഇവിടെ നടക്കാൻ പോകുന്നില്ല. കാരണം നമ്മളുടെ വിശ്വാസത്തെ തകർത്തുകൊണ്ട് എന്തിനും ഹിന്ദുവിന് നേരിട്ട് അക്രമങ്ങൾ ഉണ്ടാവുന്നു. കാരണം ബാക്കി ആർക്കും ക്രിസ്ത്യൻ ആയിക്കോട്ടെ, മുസ്ലിം മതമൊന്നും പറയുന്നതല്ല. പക്ഷെ ഇന്ന് നമുക്കാണെങ്കിൽ നാളെ അവർക്ക് ഓരോരുത്തർക്കും ആയിരിക്കും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കും അഴിമതിക്കുമെതിരെ മഹിളാ മോർച്ച സംഘടിപ്പിക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് ആണ് കാണുന്നത്. BJP സംസ്ഥാന
പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ സ്ഥലത്തുണ്ട്. സംസ്ഥാനത്ത് ഒട്ടാകെ നിന്നുള്ള വനിതാ പ്രവർത്തകർ, മഹിളാ മോർച്ച പ്രവർത്തകരാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് ശരണം വിളികളുമായി എത്തിയിരിക്കുന്നത്. കേന്ദ്ര ഏജൻസിയെ അന്വേഷണം ഏൽപ്പിക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നൂറുകണക്കിന് മഹിളാ മോർച്ച പ്രവർത്തകർ പ്രതിഷേധവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. അരുൺ തുടരുന്നുണ്ട്. അരുൺ, നടക്കുന്നത് അതിശക്തമായ പ്രക്ഷോഭങ്ങളായി മാറുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം യുവമോർച്ച പ്രവർത്തകരുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉണ്ടായിരുന്നു. ഏതാണ്ട് 2 മണിക്കൂറിലേറെ നഗരം സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്ന് മഹിളാ മോർച്ചയാണ് സമരരംഗത്തുള്ളത്. വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയാണ് പ്രവർത്തകർ. ഒരു വാഹനവും ഇതുവഴി കടന്നു പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് റോഡ് ഉപരോധിച്ചുകൊണ്ട് കൂടിയാണ് സമരം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ ഈ സമരത്തിന് എത്തിയിട്ടുണ്ട്. അടുത്തിടെയൊന്നും ഇത്തരത്തിൽ സ്ത്രീകളുടെ വലിയ പങ്കാളിത്തമുള്ള ഒരു സമരം സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് വന്നിട്ടില്ല. അത്തരത്തിലുള്ള ശക്തമായ പ്രതിഷേധമാണ് മഹിളാ മോർച്ചയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ശബരിമല വിഷയത്തിൽ ഒരു തരത്തിലും സർക്കാരിനെ മറുപടി പറയിക്കാതെ മുന്നോട്ട് പോകില്ല എന്ന പ്രഖ്യാപനവുമായാണ് മഹിളാ മോർച്ച പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നത്. അതിശക്തമായ പ്രതിഷേധം തുടരുന്നു. റോഡ് ഉപരോധിച്ചുകൊണ്ട് വാഹനങ്ങൾ കടത്തിവിടാതെ ഒരു വശത്ത് പ്രവർത്തകർ, അല്പസമയത്തിനകം ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ മഹിളാ മോർച്ച മാർച്ച് ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം ഒരുപക്ഷെ ഇതൊരു സാധാരണ സമരങ്ങൾ ഉണ്ടാകുന്നത് പോലെ സംഘർഷാത്മകമായ സാഹചര്യത്തിലേക്ക് കൂടി പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അത് നേരിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാകണം. ഒരുപക്ഷെ പോലീസിന്റെ വലിയ സന്നാഹങ്ങൾ ഇവിടെയുണ്ട്. നൂറുകണക്കിന് വനിതാ പോലീസുകാര്, മഹിളാ മോർച്ച മാർച്ച് ആയതുകൊണ്ട് തന്നെ നൂറുകണക്കിന് വനിതാ പോലീസുകാരെ ഇവിടെ രാവിലെ മുതൽ വിന്യസിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വിവിധ മറ്റ് തെക്കൻ ജില്ലകളിൽ നിന്നുള്ള വനിതാ പോലീസുകാരെ കൂടി ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പുരുഷ പ്രവർത്തകരുടെ ഉണ്ട്. അത് ഈ സമരത്തിന് വരുന്ന മഹിളാ മോർച്ച പ്രവർത്തകർക്ക് പിന്തുണയുമായി അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളുമായാണ് പുരുഷ നേതാക്കൾ പ്രവർത്തകരുടെ ബിജെപിയുടെ ഉള്ളത്. പക്ഷേ മഹിളകളുടെ സമരം തന്നെയാണ്. വലിയ സന്നാഹം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരുക്കിയിട്ടുണ്ട്. വനിതാ പോലീസുകാരുടെ വലിയ ഒരു വിന്യാസം നമുക്ക് ഇവിടെ സെക്രട്ടേറിയറ്റ് മുന്നിൽ രാവിലെ മുതൽ കാണാൻ കഴിഞ്ഞു. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അതുപോലെ തന്നെ മറ്റ് പോലീസുകാരെ ഒരുപാട് പോലീസുകാരെ നിർത്തിയാണ് ഈ സമരത്തെ നേരിടാൻ ഇപ്പോൾ പോലീസും തയ്യാറെടുക്കുന്നത്. ഇപ്പോൾ സമാധാനപരമായി ഈ മാർച്ച് മുന്നോട്ട് പോകുന്നു. ഒരു വശത്ത് റോഡ് തടയുന്നു. അതിനപ്പുറത്തേക്ക് ഉദ്ഘാടന സമ്മേളനത്തിനായി കാത്തുനിൽക്കുകയാണ് പ്രവർത്തകർ. അതിനുശേഷമാകാം ഒരുപക്ഷെ ഇത് ഇവിടെ കുറച്ചുകൂടി സംഘർഷാത്മകമായ അന്തരീക്ഷത്തിലേക്ക് സമരം മാറുക. വലിയ പ്രവർത്തക പങ്കാളിത്തം തന്നെയാണ് ഈ സമരത്തിന്റെ പ്രത്യേകതയായി നമുക്ക് ചൂണ്ടിക്കാട്ടാനാകുന്നത്. മുദ്രാവാക്യം വെടികൾക്കപ്പുറത്തേക്ക് ശരണം വിളിച്ചുകൊണ്ടാണ് പ്രവർത്തകർ ഈ മാർച്ചിൽ പങ്കെടുത്തത്. ഇപ്പോഴും ഒരു ഭാഗത്ത് ആ രീതിയിൽ ശരണം വിളിച്ചുകൊണ്ട് റോഡ് ഉപരോധിക്കുകയാണ് ബിജെപിയുടെ മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ. ശ്രീജ, അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മഹിളാ മോർച്ചയുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് പരിസരത്ത് നൂറുകണക്കിന് മഹിളാ മോർച്ച പ്രവർത്തകരാണ് വന്നിരിക്കുന്നത്. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസാണ് ഇപ്പോൾ സംസാരിക്കുന്നത്.